ആളെ കറക്കണ കുപ്പി വെന്ത് നടന്നാലും കുപ്പി ആ വെന്ത് നടന്നാലും കുപ്പി ഏത് ബന്ധു കിടന്നാലും കുപ്പി എന്തിനും കുപ്പി എന്റെ ദൈവമേ എന്തൊക്കെ ടെക്നോളജി വളർന്നു. ഇതൊന്നും സ്പീഡ് വരാൻ ഒരു ടെക്നോളജിയും കണ്ടുപിടിച്ചില്ലല്ലോ. ഇത് തുള്ളി 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 തുള്ളിയാട്ടി എപ്പോ വരാനാ? വന്ന തലച്ചാരായ ഇച്ചിരി അടിച്ചു നോക്കാൻ എങ്ങനെ ഉണ്ടെന്ന്. എന്നെ വെല്ലുവിളിക്കാൻ നല്ല കിടക്ക സാധനം, വെല്ലുവിളിക്കാൻ പറ്റിയ സാധനം. ഇനി ഇതുകൊണ്ട് ഞാൻ ഇത്ര കാശുണ്ടാക്കും. എടാ വിശംബര, 6 മണിയാകുമ്പോ 6 കുപ്പി 6ന്റെ തീരത്ത് വരും. നീ നീന്തി വന്ന് വാങ്ങിച്ചോണ്ട് പോകണം കേട്ടോ. നല്ല കിടക്കൻ സാധനം. ഇവിടെ ആരും വരുത്തില്ലടാ. ഒറ്റ മനുഷ്യൻ വരാത്ത ഏരിയയിലാണ് ഞാൻ ഇത് ചെയ്തോണ്ടിരിക്കുന്നത്. ഓക്കെ, തന്നെ കളിയാ. ഓക്കെ. ഹലോ വൈദ്യരെ, എന്തോ പറഞ്ഞ മരുന്ന് കുറുന്തോട്ടിയല്ലേ? ഞാൻ പറിച്ചോണ്ട് വരാം. എന്തോ മരുന്ന് ചെയ്തിട്ടാലും കുഴപ്പമില്ല. എൻ്റെ മുട്ടിന്റെ വേദന മാറ്റിയാൽ മതി. കുറുന്തോട്ട് പറിക്കാനായിട്ട് കാട്ടി വന്നേക്കോ കേട്ടോ, ഞാൻ പറിച്ചോണ്ട് വരാം. അയ്യോ, എന്നെ പഠിപ്പിച്ച കർണാകരൻ സാർ, ഈ സാർ കണക്കിട്ട് വന്നു കഴിഞ്ഞാൽ എന്നെ ഉപദേശിക്കുകയും ചെയ്തെല്ലാം നശിപ്പിക്കും. പൊളിച്ചിരിക്കാം. ഇനി ഞാൻ ഈ കുറുന്തോട്ടി ഇനി എവിടെ ചെന്ന് കണ്ടുപിടിക്കാനാ? ഇത് കണ്ടാൽ അറിയത്തുമില്ല. എന്തോ അയ്യാ, എന്തോ അതാ സിംഹമാ. അയ്യോ, സിംഹം ഗുജറാത്തിലല്ലേ ഉള്ളൂ, കേരളത്തിൽ എന്തോ വന്നതാ? ആടെ കുഞ്ഞമ്മയ്ക്ക് ഇച്ചിരി വെളിച്ചെണ്ണം വാങ്ങിക്കാൻ വേണ്ടി വന്നതാ. നന്നായിട്ട് കാര്യം പറയുന്ന സിംഹമാണെന്ന് തോന്നുന്നു. എന്തായാലും ഒന്ന് കണ്ടേക്കാം. എടാ, പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കടാ. എല്ലാവർക്കും ഇപ്പൊ കൊടുക്കുന്നുണ്ട്. ചുമ്മാ കാട് നശിപ്പിക്കാനായിട്ട് വന്നിരിക്കുക. സാറേ, ഞാൻ അതിനു വേണ്ടി ഇരുന്നതല്ല. എടാ, ഇങ്ങനെ ഇരുന്നാ അതേ കിട്ടത്തുള്ളൂ. സാർ, ഞാൻ മാഷിനെ കണ്ട് പേടിച്ചിട്ട് കയറി ഇരുന്നതാ. എന്നെ കണ്ടപ്പോ പേടിച്ച് ഒളിച്ചിരുന്നെങ്കിൽ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ആളായിരിക്കണമല്ലോ. വെറുതെ ഞാൻ ക്യൂ ഇട്ട് കൊടുക്കുകയും ചെയ്തു, ഞങ്ങൾ എന്നെ പൊക്കുകയും ചെയ്യുമല്ലോ. കണ്ണങ്ങോട്ട് പിടിക്കുന്നില്ലല്ലോ. പിടിക്കുന്നില്ലെങ്കിൽ പിടിച്ചെടുത്ത് കള. അതല്ലെന്ന്, ഈ കാട്ടു നിൽക്കുന്ന ആരാ ഇത്? ഞാനാണ് തുളസി. ഇതാണോ കാട്ടു തുളസി? അതല്ല, ഞാൻ KK തുളസീധരൻ. KK തുളസീധരനോ? പണ്ട് 5ാം ക്ലാസ്സിലെങ്ങാണ്ട് സാറ് പഠിപ്പിച്ചാന്നൊക്കെ പറയുന്നത് കേൾക്കാൻ എന്റെ തലയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എനിക്ക് അറിയത്തില്ല. ഇങ്ങോട്ട് നോക്കിയാ നിന്റെ മുഖം കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. അങ്ങോട്ടും തിരിഞ്ഞേ. മൂലക്കിരുന്ന് ഫിറ്റ് തുറക്കുന്ന KK തുളസീധരൻ. മനസ്സിലായി. എന്റെ മുഖം കണ്ടപ്പോ മനസ്സിലായില്ലല്ലോ. എപ്പോ നോക്കിയാൽ 24 മണിക്കൂറും ഇവിടുന്ന് ചൂരലെടുക്കാൻ നേരമില്ലായിരുന്നു ഈ പുള്ളിക്ക്. അതുകൊണ്ട് നല്ല പരിചയമാണ് എന്റെ ചന്തിയെ. എങ്ങനെ ചോറിലെടുക്കുമെടാ? പണ്ട് 5ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ ഞാൻ ഇവനോട് ചോദിച്ചു, സായിപ്പന്മാർ ഇന്ത്യ വിട്ടത് എന്നാന്ന്. അന്ന് സ്കൂള് വിട്ടതായി. ഇപ്പോഴും സായിപ്പന്മാർ വന്നു പോകുന്നുണ്ട് ഇന്ത്യയില്. പക്ഷെ ഇവൻ വന്നിട്ടില്ലേ സ്കൂളിൽ. ഞാൻ അതുകൊണ്ടൊന്നും അല്ല സ്കൂളിൽ വരാഞ്ഞത്. പിന്നെ ഇംഗ്ലീഷും മലയാളവും കൂട്ടിയിടിച്ച് മേജർ ആക്സിഡന്റ് ആയിട്ടാണ് ഞാൻ സ്കൂളിൽ വരാതിരുന്നത്. അതെങ്ങനെയാണ് ഇംഗ്ലീഷും മലയാളം കൂടെ ആക്സിഡന്റ് ഉണ്ടായത്? എനിക്ക് ആകെപ്പാടെ ഇംഗ്ലീഷിലും മലയാളത്തിന് ഒരു ബുക്ക് മാത്രമേ ഉള്ളായിരുന്നു. ഫ്രണ്ടിൽ നിന്ന് ഇംഗ്ലീഷും പുറയുന്ന മലയാളം എഴുതി നടുക്ക് വന്ന് രണ്ടും കൂടെ കൂട്ടിയിടിച്ച് ഏയുടെ കൈയും കാലും ഒടിഞ്ഞു, ആയുടെ തുമ്പ് കൈയും പൊട്ടിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ വരാഞ്ഞത്. അല്ലാതെ പഠിക്കാൻ ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല. ഓണപരീക്ഷയ്ക്ക് ഞങ്ങൾ ചോദിച്ചു, അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യം വീണത് എന്തെന്ന്. ഇവൻ എഴുതി വെച്ചേക്കോ ഞങ്ങളുടെ അച്ചാച്ചനെന്ന്. ഞങ്ങളുടെ അച്ചാച്ചനെ ഞങ്ങൾ അങ്ങനത്തെ തൈമാവേന്ന് ആദ്യം വീണ ഞങ്ങളുടെ അച്ചാച്ചൻ മരച്ചേ കയറുന്ന ആളാണ്. എന്റെ പൊന്നു കൂട്ടുകാരെ, ഇവന്റെ പരീക്ഷ പേപ്പർ കണ്ടാലുണ്ടല്ലോ, ഞാനിവിടെ കൊണ്ടുവന്നത് വായിക്കാം. നിങ്ങൾ എനിക്ക് ഗോൾഡൻ പഞ്ച് തരും. അമ്മാതിരി ടങ് സ്ലിപ്പ് ഉത്തരങ്ങളാണ് ഇവർ എഴുതി വെച്ചേക്കുന്നത്. നിന്റെ പരീക്ഷ പേപ്പർ നോക്കിയ 8 ടീച്ചർമാരെയാ പരീക്ഷാ ഭവൻ സസ്പെൻഡ് ചെയ്തത്. എന്തിന്? ജോലിക്കടാ ചിരിച്ചതിന്. നാണം കെട്ടോ നിന്ന് കിണിക്കുവാ. നാണം കെട്ടോ? എന്നെ നാണം കെടുത്തിയ സാറാന്ന്. ഞാൻ എന്തോ നാണം കെടുത്തിയാടാ നിന്നെ? 10,500 പിള്ളേരെ നിർത്തി അസംബ്ലിക്ക് ഒരു ഡെസ്കിന്റെ പുറത്ത് കയറ്റി എന്നെ മാപ്പും പോപ്പും ഇയാൾ അടിച്ചില്ലായിരുന്നു. അടാ, അടിച്ചതിന് കാരണമുണ്ട്. നീ എന്തുവാടാ സ്കൂളിലെ മൂത്രപ്പര കയറി എന്താ വൃത്തികളാണ് നീ കാണിച്ചത്? എല്ലാ കുട്ടികളും കാണിക്കുന്ന വൃത്തികേടാ ഞാൻ കാണിച്ചോളൂ. മൂത്രം ഒഴിച്ചു, അത്രേ ഉള്ളൂ. അതല്ല, സ്കൂളിന്റെ ഭിത്തിയിൽ നീ ഒരു ആണിന്റെ പെണ്ണിന്റെ പടം വരച്ചു. എന്നിട്ട് അതിന്റെ നടുക്ക് എഴുതി വെച്ചു, കരുണാകരൻ മാസ്റ്റർ വിത്ത് കല്യാണി ടീച്ചർ എന്ന്. അന്ന് നീ എഴുതിയതിന്റെ ശിക്ഷ ഇപ്പോഴും ഞാൻ അനുഭവിക്കുവാ. അതെന്താ? കല്യാണി ടീച്ചറെ എല്ലാരും കൂടെ എന്റെ തലയെ കെട്ടി വെച്ച് തന്നു. അപ്പൊ ഞാൻ ഭിത്തിയെ വരച്ചത് തന്റെ കല്യാണക്കുറിയുടെ ഡിസൈൻ ആയിരുന്നില്ലേ? മക്കളൊക്കെ എത്ര പേരുണ്ട്? ഓ, മക്കളൊന്നും ആയില്ലടാ. കല്യാണി ബയോളജി അല്ലേ, ഞാൻ കണക്കാ. എന്നാ പിന്നെ വല്ല വഴിപാടെങ്ങാനും ചെയ്തായിരുന്നെങ്കിൽ പിള്ളേരെ കിട്ടുമായിരുന്നല്ലോ. ചേട്ടാ, എത്ര നാൾ കൊണ്ട് ഈ നേർച്ച കാഴ്ചയൊക്കെ അർപ്പിച്ചു നടക്കുക? എല്ലാ അമ്പലത്തിലും പോയി പ്രാർത്ഥിക്കും. അവിടുന്ന് തിരുമേനി പ്രസാദം തരും. തുറന്നു നോക്കും, കുഞ്ഞുങ്ങളില്ല. പിന്നെ പൂവും ചന്ദനവും മാത്രമേ ഉള്ളൂ. പിള്ളേരെ പൊഞ്ഞു കിട്ടി. പക്ഷെ എനിക്ക് ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. എന്റെ സ്വത്തുവകകൾ അനുഭവിക്കുവാൻ ഒരു അനന്തരാവകാശി ഇല്ലല്ലോ എന്നൊരു സങ്കടം മാത്രം. മാഷി വിഷമിക്കണ്ട, എന്നെ എനിക്ക് ദത്തെടുക്കല്ലോ. അതിന് ഭേദം എന്നെ അങ്ങ് തെക്കോട്ട് എടുക്കുന്നില്ല. അല്ലെ ആർക്ക് വേണേ ഇയാളുടെ സ്വത്ത്. ഞാൻ ഇങ്ങോട്ട് വന്ന എന്തിനാണെന്നറിയാം, നിന്റെ ഈ കാര്യം കേൾക്കാനല്ല വന്നത്. ഞാനൊരു ആവശ്യത്തിന് വേണ്ടി കാട്ടിലോട്ട് വന്നത്. എന്തിന്? എടാ, എന്റെ മുട്ടിനെ ഭയങ്കര വേദന. ഈ നടക്കുമ്പോഴേ ഇതിനകത്തിരുന്ന് ആരാണ്ട് മുറുക്കു തിന്നുന്ന സൗണ്ട്. ആ മുട്ടൊന്ന് കാണിച്ചേ. ഇത് മുട്ട ആനയുടെ മസ്തകമാണോ? ഈ സംഭവം അറിയോ? സാറിന്
സാറിന്റെ മുട്ടിന് ലജ്ജയില്ല, അതാ. എന്റെ മുട്ടിന്റെ നഗ്ന വീഡിയോ വല്ലതും കണ്ടോന്നു? അത് ലജ്ജ എന്ന് പറഞ്ഞാൽ എല്ലിനകത്തിരിക്കുന്ന സാധനം കുറവാ, അതാ. ഷേപ്പില്ലാതെ മീശ വളർത്തി നടക്കുന്നവനെ ലജ്ജ അല്ല മജ്ജ. മജ്ജ. ആ അങ്ങനെ വേണം പറയാനെ കൊണ്ട്. എടാ നിനക്കൊരു അച്ഛൻ ഉണ്ടായിരുന്നല്ലോ. പിന്നെ ബാക്കിയുള്ളവർക്കല്ല ഒരുപാട് അച്ഛന്മാരുണ്ട്. അല്ല നിന്റെ അച്ഛനെ ഞാൻ പഠിപ്പിച്ച എന്തുവായിരുന്നു അവന്റെ പേര്? എന്റെ അച്ഛന്റെ പേര് ദിവാകരൻ. ഓ ഓർത്തിട്ട് വേണം അതും പറയാൻ. അവൻ എന്ത് ചെയ്യും ഇപ്പോ? അച്ഛൻ കിടപ്പില്ലല്ലോ, കൊറേ നാളാട്ടോ ഒറ്റ കിടപ്പാ. അയ്യോ അപ്പൊ നിങ്ങൾ എന്തോ ചെയ്യും? ഇടക്കിടക്ക് തിരിച്ചിടും. അതല്ലെന്ന് ഈ അച്ഛൻ എങ്ങനെ ഈ കിടപ്പിലായത് എങ്ങനെ? അച്ഛൻ ഈ കിടപ്പാന്ന് പറഞ്ഞാൽ ആഗോള വിപണി ഇടിഞ്ഞു വീണില്ലയോ? ഇനി എന്റെ അച്ഛന്റെ തലയിലോട്ടാണ് വീണ്. അതല്ലെന്ന്, അത് വീണപ്പോ ഈ അച്ഛന്റെ ബിസിനസ് ഒക്കെ അങ്ങ് ഡള്ളായി. അങ്ങനെ അങ്ങനെ വിഷമത്തിൽ അച്ഛൻ ഇങ്ങനെ കിടന്നത്. അയ്യോ അപ്പൊ എങ്ങനെയാടാ ഈ ചെലവും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്? ചിലവും കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അപ്പൂപ്പനെ ഞാൻ മണിക്ക് വിടുന്നുണ്ട്. നല്ലതല്ലേ അപ്പൂപ്പനെ പണിക്ക് വിടുന്നത്? നിന്റെ അപ്പൂപ്പൻ മരിച്ചിട്ട് 15 കൊല്ലം ആയില്ലോടാ, പിന്നെ എങ്ങനെയാടാ നിന്റെ അപ്പൂപ്പനെ പണിക്ക് വിടുന്നേ? ഞാൻ ഓജോ ബോർഡ് വെച്ച് അപ്പൂപ്പനെ വിളിച്ചു വരുത്തി പണിക്ക് വിട്ടു. അത് കൊള്ളാം. അതൊക്കെ ഞാൻ ചോദിക്കട്ടെ, ഈ ഓജോ ബോർഡും കൊണ്ടൊക്കെ വിളിച്ച ആത്മാവ് വരുമെന്ന് പറയുന്ന നേരാമോ? സാറ് രോമാഞ്ചം കണ്ടിട്ടുണ്ടോ? കല്യാണം കഴിഞ്ഞ് ആദ്യ നാളുകളിൽ കണ്ടതാ 1-2 പിന്നെ മകരം മഞ്ഞടിച്ച് തണുത്താ പോലും ഈ രോമാഞ്ചത്തിന്റെ കാര്യമല്ലേ പറഞ്ഞേ? പിന്നെ? രോമാഞ്ചം സിനിമ കണ്ടിട്ടുണ്ടോന്ന്? ഞാൻ കാണത്തില്ല, എനിക്ക് സിനിമ കാണുന്നത് ഇഷ്ടമല്ല. സിനിമ കാണുന്ന ഇഷ്ടമല്ല, കാണിച്ചേക്കണ്ടേ രജനീകാന്ത്. രജനീകാന്ത്. അയ്യോ കാല് വരക്കുന്നേ, കാല് വരക്കുന്നേ. അവിടെ മൂട് വരിക്കും. മാഷ് അവിടെ പോയിരിക്കും. ഇതാണ് ഈ കലമൊക്കെ. കലമൊക്കെ എന്റെ പക്ഷേ. നിന്റെ കലമാണോ? നിന്നെ പോലെ അഹങ്കാരികളാണല്ലോടാ നിന്റെ കലങ്ങളും. എന്താ കണ്ടില്ലോ ഒന്നിന്റെ പുറത്ത് കയറിയിരിക്കുന്നേ. അതെന്തോ ആ കാലത്ത് നിന്ന് ട്യൂബ് ഇട്ടേക്കുന്നേ? ഇവൻ കുറച്ചാളായിട്ട് കിടപ്പാ. ആണോ? സത്യം പറയടാ, എന്തുവാ ഇവിടെ ചുറ്റിക്കളി പറയടാ. ഞാൻ സാറേ ഊണുണ്ടാക്കുക. ഈ കാട്ടിലിരുന്നാണോടാ നീ ഊണുണ്ടാക്കുന്നേ? കാട്ടിലൂണ്. അയ്യോ വീട്ടിലൂണെന്നല്ലയോ? അത് വീട്ടിലുണ്ടാക്കുന്ന വീട്ടിലൂണ്, ഇത് കാട്ടിലുണ്ടാക്കുന്ന കാട്ടിലൂണ്. എടാ എത്ര നാളുകൾക്ക് ശേഷമാടാ എന്നെ നീ കാണുന്നേ? എന്നിട്ട് നീ എന്നോട് പറഞ്ഞോ ഇച്ചിരി ചോറിനിട്ട് പോയാ മതി മാഷേന്ന് പറഞ്ഞോ? ചോറാന്ന് പറയുമ്പോൾ ചെയ്ത് കൊതിയെ പിടിച്ചിരിക്കുവന്നല്ലോ. ഇതൊന്ന് കാണിച്ചേ. കൊള്ളുവോന്ന് അറിയത്തില്ല. അതേട്ട് ഞാൻ കാണിക്കുന്ന പോലെ കാണിക്കാനാണ് പറഞ്ഞത്. ഇതൊന്നും അതിന്റെ അടപ്പ് തുറന്ന് കാണിക്കണം. എന്റെ അടപ്പ് തുറന്ന് കാണിക്കണം. അത് അടപ്പ് തുറക്കാൻ പറ്റില്ല, മൈദ വെച്ച് അടച്ചു വെച്ചേക്കും. ആ വീണ്ടും നീ എന്നെ പറ്റിക്കാൻ നോക്കുക. നീ ഉണ്ടാക്കുന്നത് ഊണല്ല, ദം ബിരിയാണി. അയ്യോ മാറ്റി പോവാൻ നോക്ക്, വീട്ടിൽ പോവാൻ നോക്കാം. എടാ ഇത്തിരി നാളെ ഇത്തിരി തിന്നിട്ട് പോകാടാ ഞാൻ. ഇപ്പൊ എന്റെ കോട എല്ലാം കൂടെ അഴുക്കായി പോവല്ലോ. അയ്യോ ഇപ്പൊ കോടമഞ്ഞ് ഇറങ്ങും, തണുപ്പ് കൂടും, അതുകൊണ്ട് മാറ്റി വീട്ടിൽ പോവാൻ നോക്കാം. നീ ബിരിയാണി എന്തെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഇത്ര വെള്ളം കുടിക്കല്ലേ. ഇത് അഴുക്ക് വെള്ളമായത് തലക്ക് പിടിക്കും, തോട്ടിലെ പന്ന വെള്ളം കോളറ വരും. അങ്ങോട്ട് കുടിക്കല്. വാറ്റുചായാരം, വാറ്റുചാരായം. അത് ശരി, അത് ശരി. കണ്ടാ മണപ്പിച്ചതേ ഉള്ളു, തലക്ക് പിടിച്ച്. ഞാൻ പഠിപ്പിച്ചവന്മാര് നീ ചെയ്യുന്നത് തെറ്റാണ്. എന്താ തെറ്റ്? എടാ മദ്യം, മദ്യം ഭയങ്കര ഡേഞ്ചർ സംഭവമാണ്. മഹാമാരി പറഞ്ഞ നീ കേട്ടിട്ടില്ലേ? എന്താ പറഞ്ഞു? മദ്യം ഉണ്ടാക്കരുത്, കുടിക്കരുത്, കൊടുക്കരുത്, വിൽക്കരുത്. അല്ല കിടക്ക മോണാക്ട്. എടാ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഇന്ന് കല്യാണം നടന്നാലും അടിയന്തരം നടന്നാലും ജനനം നടന്നാലും മരണം നടന്നാലും മദ്യം. ഈ ചെറുപ്പക്കാരെങ്ങോട്ടായി പോകുന്നത്? ബിവറേജിലേക്കാ പോകുന്നത്. അത് ശരി. കേക്ക തുളസീധര ഇങ്ങോട്ട് മാറിയിക്കാം. എന്തുവാ? കൈകെട്ട്. കൈ കൊട്ടാനല്ല പറഞ്ഞേ, കൈ കെട്ടി നിക്കടാ. കണ്ടോ എത്ര അടിച്ചിട്ട് നിന്ന് കുലുക്കോട്ടോ നോക്കിക്കാവര്. എങ്ങനെയൊക്കെയാ പണ്ട് അടിച്ചതിന്റെ പുറത്താ അടിച്ചത്, റീടാർ ചെയ്യുന്ന പോലെ. എന്താ കാണിക്കുവോ? എന്താ ഈച്ചാൻ കൊതുകോടാ ഈ കാട്ടില്? ഈച്ചാൻ കൊതുവിനെ അടിക്കില്ല. എന്താ വെച്ചാ ഇത് ചെറുതള്ളമാ, ചെറുതള്ളം. അല്ല മക്കളെ, ഞാൻ നിന്റെ അധ്യാപകനല്ലേടാ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പഠിപ്പിച്ചോണ്ടിരിക്കുമ്പോ ചൊറിഞ്ഞ് കാണിക്കണോ? അല്ലെന്ന് എടാ, ഞാൻ പഠിപ്പിച്ച പിള്ളേരല്ല മാന്തി പൊളിച്ചോണ്ടിരിക്കുവാന്ന്. എടാ 2 മാസം സ്കൂൾ അടച്ചിടും, എല്ലാ സാറുമാരും ടൂറിന് ട്രിപ്പിനും ഒക്കെ പോവും. ഞാൻ മാത്രം പോകത്തില്ല. ആ സമയത്ത് ഞാൻ വീട്ടിലിരുന്ന് ട്യൂഷൻ എടുക്കും പിള്ളേർക്ക്. അങ്ങനെയുള്ള അധ്യാപകരെയാണല്ലോടാ ഞാനിത് കാണേണ്ടി വന്നത്. ദൈവമേ, പണി വാളയും തോന്നി കേട്ടോ. നമ്മള് ചൊറിച്ചില്ലല്ലോ, നിൽക്കുന്നില്ല. ആ ചൊറിച്ചിൽ നിൽക്കാൻ ഒരു കാര്യം ചെയ്യും. പൊന്നു ഭാഷ ഒരു കാര്യം ചെയ്യും. എന്തോ ഇത് അങ്ങനെ നോക്കത്തില്ല. അയ്യോ ഈ കാട് ഇയാൾ ഉറച്ച് തീ കത്തിക്കുമല്ലോ. ഈ ചൊറിച്ചിലുള്ള മാറ്റം മാഷ ഒന്ന് ഇറങ്ങിയിരിക്കും. ഈ ചൊറിച്ചിൽ മാറാനുള്ള വേറൊരു പച്ചമരുന്ന് ഈ കാട്ടിലുണ്ട്. ഞാൻ പറിച്ചോണ്ട് മാഷ ഇവിടെ ഇരുന്നിട്ട്
ഇത് കുടിക്കല്ലേ ഇല്ല, ഇല്ല. എടുത്ത് കളയല്ലേ ഞാൻ കൊടുത്തില്ല. ഞാൻ കൊണ്ട് എവിടെ ഇരിക്കണം നമുക്ക് പിന്നെ വേറൊരു കാര്യം, പച്ചമരുന്ന് പറിച്ചോണ്ട് വന്നിട്ട് ഇതെടുത്ത് കളയണം. കളയാം സത്യമായിട്ട് തല എടുത്തോണ്ട് വാ. സത്യമായിട്ട് ഞാൻ കളയാം. പിള്ളേരൊക്കെ ഈ ഉപദേശിക്കാൻ ആളില്ലേ വഴി തെറ്റിപ്പോവും. ഞാൻ വന്ന് പറഞ്ഞപ്പോ കേട്ടോ. ഓ ഭയങ്കര തണുപ്പും തീ കായ തണുപ്പൊക്കെ മാറില്ല. എന്റെ ഊത്തിനെന്തോ സൗണ്ട്. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ കറക്റ്റാ. കാട്ടിനകത്ത് വാറ്റ് നടക്കുന്നുണ്ട്, അതും വെള്ളം ഇട്ടുകൊണ്ട്. മിണ്ടാതെ പോവാ. ഈ പിള്ളേര് മൊബൈൽ എടുത്ത് ഡൊണാൾഡ് ഡക്കും കണ്ടിട്ട് ഫോണും ഓഫ് ചെയ്യൂല. അവസാനം ഇവിടുന്നായിരുന്നാ? ഇവിടുന്നായിരുന്നു. അല്ല ആരാ? എക്സൈസ്. പണ്ടൊക്കെ കിടക്കനായിട്ട് ചെയ്യുമായിരുന്നു. ഇപ്പൊ പ്രായം കുറെ ആയി, ആരോഗ്യമില്ല. അതൊന്നും പോലെ ചെയ്യാം. എന്തോ കാണിക്കുവാ? എക്സർസൈസ്. എക്സസൈസ് എന്നല്ല പറഞ്ഞത്, എക്സൈസ്. ആണോ? കാട്ടി കള്ളവാറ്റം നടത്തിയിട്ട് ഞാൻ വന്നപ്പോ ഒരു വേഷം കെട്ടെടുക്കുന്നു. നിന്നെ ഞാൻ ഒന്ന് തൂക്കി എടുക്കണം. കഴിഞ്ഞ ആഴ്ച 85 കിലോ ഉണ്ടായിരുന്നു, ഇപ്പൊ കുറഞ്ഞോ തൂക്കം കുറഞ്ഞോ? പഴയ തൂക്കി എടുക്കാൻ ഞാൻ ആക്രിക്കാരനല്ല, എക്സൈസുകാരനാ. സാറേ എന്ത് എന്നെ പിടിച്ച് വിട്, എന്തു കാര്യം എന്തോന്ന്? എടുക്കടാ എടുക്കടാ, നടക്ക്. അയ്യോ സാറേ, ഇത് എന്റെ അല്ല, എന്റെ കാലം ഇങ്ങനല്ല, ഇത്ര വലിപ്പം ഇല്ല. ഞാനേ പിള്ളേരെയൊക്കെ പഠിപ്പിക്കുന്ന ആളാ, ഒരുപാട് പേരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആഹാ, വാറ്റുണ്ടാക്കാൻ പഠിപ്പിക്കുന്ന മാഷാണോ? അല്ലെന്ന്, ഞാൻ ഈ സ്കൂളില് ഇക്ഷ ഇത്ര ഇമ്മ ഇണ്ണയൊക്കെ എഴുതി പഠിപ്പിക്കുന്ന മാസ്റ്ററാന്ന്. നീ ഇതും എടുത്തോണ്ട് ജീപ്പിലോട്ട് കയറി, നിന്നെ കൊണ്ട് ഞാൻ മരപ്പിക്കുക എക്സ്ട്രാ എണ്ണ ഇപ്പേക്കാം. അല്ല പണ്ടത്തെ പോലെ ചോക്ക് പിടിക്കാൻ പറ്റത്തില്ല, വിറക്കി. നീ ചോക്ക് പിടിക്കണ്ട, മൂക്ക് പിടിച്ചെഴുതിയാ മതി. മൂക്കൊണ്ട് എഴുതിയാ ഞാൻ തുമ്മും. എടുക്കണം, എടുക്ക്. അയ്യോ സാറേ, ഇത് എന്റെ അല്ല, ഞാൻ പറഞ്ഞില്ലേ ഞാൻ അധ്യാപകനാ, റിട്ടയർഡ് അധ്യാപകനാ. നിങ്ങൾ അധ്യാപകനാണെങ്കിൽ എന്താണ് തെളിവ്? ഇങ്ങോട്ട് വന്നേ. മോൻ ഏതാ LP സ്കൂളിൽ പഠിച്ചത്? എവിടാ? ഞാൻ പഠിച്ച LP സ്കൂള് രാമപുരം LP സ്കൂൾ. ഇപ്പൊ ഞാൻ തെളിവ് തരാം. രാമപുരം LP സ്കൂളിലെ ദാമോദര മാസ്റ്ററോട് വിളിച്ചു ചോദിച്ചാൽ മതി, കർണാടക മാസ്റ്റർ അറിയാവോന്ന്. അങ്ങനെ ഒരു മാഷ് അവിടെ ഇല്ലല്ലോ. ഇല്ലേ? മിക്കവാറും ഇത് വാങ്ങിക്കും. ഹൈസ്കൂൾ എവിടെ മക്കളെ പഠിച്ചേ? ഹൈസ്കൂൾ നെടുമങ്ങാട്. അയ്യോ അത് പറയണ്ടേ, നെടുമങ്ങാട് സ്കൂളിലെ പ്രിൻസിപ്പൾ ജോസഫ് മാഷ് ആരാ? അടുത്ത സുഹൃത്താ എന്റെ. അങ്ങനെ ഒരു സാറേ അവിടെ ഇല്ലല്ലോ. എങ്കിൽ മോനെ സാറിന്റെ പേര് പറ, സ്കൂൾ ഞാൻ പറഞ്ഞു. എടുക്കണം. അയ്യോ സാറേ, ഇത് എന്റെ അല്ല, ഞാൻ പറഞ്ഞില്ലേ ഇത് തുളസിയുടെ വാറ്റാ ഇത്. ഓഹോ, തുളസി ഇലയിട്ട് മാറ്റിട്ട് പുതിയ സാധനം ഉണ്ടാക്കി മാർക്കറ്റ് കച്ചവടം. ആ തുളസി അല്ലെന്ന്, എന്റെ പൂർവ്വ വിദ്യാർത്ഥി തുളസിയാ ഇത് വാറ്റുന്നത്. അപ്പം 10 മരുന്ന് പറിക്കാൻ വേണ്ടി പോയൊക്കെ ഇപ്പൊ വരും. സാർ അവനെ പിടിച്ചോണ്ട് പോക്കോ, നന്നാക്കി തരണേ അവന്. ഇത് അവനാണെന്ന് ഉറപ്പാണോ? അവൻ വരുമ്പോ ഞാൻ ചോദിക്കുമ്പോ അല്ലെന്നെങ്ങാനും പറഞ്ഞ തൂക്കിയെടുത്തോണ്ട് ഞാൻ പോകും. നല്ല ഇടിയും തരും, പ്രായം പോലും ഞാൻ നോക്കൂല. സത്യം, ഇല്ലെങ്കിൽ ഞാൻ കൂമ്പ് തുറന്നു വരാം സാർ. നീ തുറക്കണ്ട, ഞാൻ ഇടിച്ചു തുറന്നോളാം. ഇപ്പൊ ഈ ചെറുക്കനെ കാണുന്നില്ല. ഇവിടെ എല്ലാം എന്തോ ആടലോടുകളുള്ള സ്ഥലം, ആടിനെ വിറ്റ എല്ലാം തിന്ന് തീർത്ത് എല്ലാം നശിപ്പിച്ച്. അയ്യോ സാറേ, ഇത് ആടലോട് വന്നേ സാറേ. ഇത് ഇല്ലില്ല, ഇത് പൂച്ചെടി. അല്ല ഇത് ആടലോകോടോ അല്ല, സാർ പറഞ്ഞതുമല്ല. ഇത് ഹിമാലയത്തിന്റെ ശൃംഗങ്ങളിൽ മാത്രം കണ്ടുവരുന്ന നീലോൽപ്പല്ലം. സാധനം ഉണ്ടോ തീർന്നു ഇച്ചിരി ചെറുത് അടിക്കാൻ വേണ്ടി? ഞാനോ? നിനക്ക് ഇയാളറിയോ? എന്റെ പൊന്നു സാറേ, ഞാൻ പച്ചമരുന്ന് പറിക്കാൻ വേണ്ടി ഇവിടെ വരുമ്പോ ഈ പുള്ളിക്കാരൻ ഇവിടെ നിന്ന് വാറ്റും. ഞാൻ ഈ പുള്ളിയോട് പറയും, മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കല്ലോ മറ്റൊരാൾക്കും കൊടുക്കലെന്ന് എപ്പോഴും ഈ കളവനോട് ഞാൻ പറയാം. എന്താ നീ മിണ്ടരുത്, നീ ബാക്കി പറ. ഈ പുള്ളിക്ക് ഈ പ്രായത്തില് ATM-ന്റെ അവിടെ കാണാൻ സെക്യൂരിറ്റി ആയിട്ട് പോയി നിന്നാ പറയാ. അതെങ്ങനെ ഇയാളെ നിർത്താൻ പറ്റത്തില്ല? ATM കുത്തി പൊളിക്കും ഇയാള്. സാറേ എന്റെ അല്ല, ഇത് കണ്ടോ ഇവൻ ഇതിനകത്ത് ഇടാൻ വേണ്ടി വാങ്ങിച്ചോണ്ട് വെച്ചേക്കുന്ന സാധനങ്ങളായിരുന്നു. നോക്ക്, കണ്ടോ എന്തുവാടാ ഇത്? ഇതെന്തിന്റെ കായ? ഇതെന്തിന്റെ കായ? ഞാൻ കണ്ടിട്ട് അയ്യോ, കഴിഞ്ഞിടയ്ക്ക് ഞങ്ങളുടെ മാമൻ ആശുപത്രി കിടന്നപ്പോ ആ ടേബിളിൽ ഈ കായ ഇരിക്കുന്ന കണ്ടായിരുന്നു. ഇതെന്തിന്റെ സാധനം? ഇതെന്താ സാറേ? എനിക്കറിയത്തില്ല. ഇത് ആപ്പിളാണെന്ന് പോലും തിരിച്ചറിഞ്ഞോടത്ത് ഒരു പാപത്തിനല്ലടാ നീയൊക്കെ പറഞ്ഞത്. പഠിച്ച കള്ളനാവൻ. അതെ, ആപ്പിൾ മാത്രമല്ല, ഇതിനകത്ത് കിടക്കുന്ന ഓറഞ്ച്, മുന്തിരിങ്ങ, പൈനാപ്പിൾ, കശുമാങ്ങ എല്ലാം ഇവൻ ഇതിനകത്തിട്ട് വാറ്റാൻ കൊണ്ടുവന്ന ഇവൻ വിഷം ഉണ്ടാക്കുവാ ഇവൻ. സാർ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത്രയും പൈസ ചെലവുള്ള ഈ പഴങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വാറ്റിന്റെ ഗതികേട് എനിക്കുണ്ടോ? ഞാൻ ബാട്ടറിയും പല്ലിയും പഴയൊക്കെ ഇട്ടാ വാറ്റുന്നത്. അതെന്ന് വൈദ്യരത്നം പാറ്റ. അല്ല, സാറിന്റെ വീട്ടിലുണ്ട്, എന്റെ വീട്ടിലുണ്ട് ഒരുപാട് പാറ്റ. പല്ലിയുണ്ട്, പല്ലി ഒരുപാടുണ്ട്. ഈ കർപ്പൂരം വെള്ളത്തിൽ ചാലിച്ച് തളിച്ച പല്ലി പോകുമോ? ഈ പഴുതാറ് ഇവിടൊക്കെ ഉണ്ട്. സാറിനെ കടിക്കത്തില്ല, ഷൂ ഉള്ളത് കൊണ്ട് കടിക്കത്തില്ല. അതൊക്കെ പോട്ടെ.
ബാറ്ററി. അയ്യോ ബാറ്ററിയുടെ കാര്യം ഈ കൊച്ചോട്ടല്ലോ റിമോട്ടിലെ ബാറ്ററി പോകുമ്പോ എപ്പോഴും പറയാ ചേച്ചാ ബാറ്ററി മാറ്റി പറഞ്ഞത്. ഞാനിപ്പോ അങ്ങോട്ട് പോകുമ്പോ സാർ 2 ബാറ്ററി വാങ്ങുന്നതായി എന്നെ ഓർപ്പിക്കണം. ഞാൻ ഓർപ്പിക്കാം. കുറെ നേരമായിട്ട് നിന്റെ ഏകാംഗ നാടകം ഞാൻ കണ്ടോണ്ടിരിക്കുക. നീ ഇത് കളിച്ച് കയറ്റി ഏതുവരെ പോകുന്ന ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ രണ്ടുപേരും പ്രൊഫഷണൽ നാടകം കളിച്ച് എന്റെ ഏകാംഗ നാടകത്തിനെ തോപ്പിക്കാൻ ശ്രമിക്കുമായിരുന്നില്ലയോ? കുടുംബ പിടിക്കൽ എനിക്ക് നാളെ കല്യാണത്തിന് പോകാനുള്ളതാ. ഞാൻ കല്യാണത്തിന് ഞാൻ വിടാം. സാറേ ക്ഷമിക്കണം. വീട്ടിൽ 5-6 വയറ് കഴിയാൻ വേണ്ടി ചെയ്ത പരിപാടിയാ അത്. നിന്റെ വീട്ടിൽ വയറ് മാത്രമേ ഉള്ളൂ? അതല്ല സാറേ, ഭയങ്കര പട്ടിണിയാന്ന്. എന്നാ അടുത്ത് തല വെക്കണം. പട്ടിണിയോ? പട്ടിണി കലോടുത്ത് തല വെക്കണം. കണക്കായി പോയി. അല്ലേലും മാറ്റിച്ചില്ല. എന്താ തെറ്റി വന്നാലും എല്ലാ തല വെച്ച് കെട്ടി തരും പണ്ട് തൊട്ടേ. തുളസിയേ, എന്തോ എടാ എന്റെ ചൊറിച്ചിൽ മാറാനുള്ള മരുന്ന് പറഞ്ഞു എന്നിട്ട് പോടാ. ഞാൻ ഇറങ്ങുമ്പോ ഇയാടെ ചൊറിച്ചിട്ട് ഞാൻ മാറ്റി തരുന്നുണ്ട്. നടക്കാൻ.